തൂണേരിയിൽ മനുഷ്യവിസർജ്യം കിണറ്റിൽ തള്ളി കുടിവെള്ളം മലിനമാക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. തൂണേരി പട്ടാമ്പിയിലെ RMBI പ്രവർത്തകൻ തുമ്പോളിപ്പൊയിൽ മനോജിന്റെ വീട്ടിലെ കിണറ്റിലാണ് മാലിന്യം തള്ളിയത്. രാഷ്ട്രീയ പ്രതികാരം ലക്ഷ്യമിട്ട് ഇത്തരം തരംതാണ പ്രവൃത്തികൾ ചെയ്യാൻ സാമൂഹ്യ വിരുദ്ധ സംഘങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിന് പിന്നിൽ CPM ആണെന്ന് KK രമ MLA ആരോപിച്ചു. RMBI അനുഭാവിയായ മനോജൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും UDF മുന്നണിക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്നു. സംഭവത്തിൽ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നും കുറ്റവാളികളെ ഉടൻ പിടികൂടണമെന്നും അക്രമത്തിനിരയായ മനോജിന്റെ വീട് സന്ദർശിച്ചുകൊണ്ട് KK രമ MLA ആവശ്യപ്പെട്ടു. RMBI ജില്ലാ സെക്രട്ടറി കുളങ്ങര ചന്ദ്രൻ, നാദാപുരം ഏരിയ ചെയർമാൻ പുരുഷു ആരനാണ്ടി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഇന്നലെ രാവിലെയാണ് നമ്മുടെ മനോജന്റെ വീട്ടിൽ കിണറിൽ വിസർജ്യം കൊണ്ടിട്ടിരിക്കുന്നത് കാണാനിടയത്. സഹോദരൻ വെള്ളം കോരുന്ന സമയത്താണ് ഇത് കാണുന്നത്. അങ്ങേയറ്റം ഹീനമായ, അങ്ങേയറ്റം അപരിഷ്കൃതമായ ഒരു മനസ്സിനുടമകളാണ് ഇത് ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മനോജിനെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് വലിയ ദേഷ്യങ്ങളോ വൈരാഗ്യങ്ങളോ ഉള്ള ഒരാളല്ല. വ്യക്തിപരമായിട്ടൊരു ദേഷ്യവും അദ്ദേഹത്തിന് ഈ പ്രദേശത്തുകാർക്കില്ല. എല്ലായിടത്തും എത്തുന്ന, എല്ലാത്തിനും പൊതുസമ്മതനായ ഒരു പൊതുപ്രവർത്തകനാണ്. RMBIയുടെ സജീവ പ്രവർത്തകനാണ് എന്നൊരു കുറ്റം മാത്രമേ മനോജനുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഇതിന് കാരണം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമല്ലാതെ മറ്റൊരു കാരണവും ഇതിന് കാണാൻ സാധിക്കില്ല. ഇവിടെ വന്നു നോക്കിയാൽ ചുറ്റുപാടും വീടാണ്. ഈ ചുറ്റുപാടുമുള്ള വീടിലെ കിണറുകളിലൊന്നും ഇടാതെ ഒരു വീട്ടിൽ മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കാരണം ഇതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ UDFന്റെ യോഗം നടന്നത്, തെരഞ്ഞെടുപ്പ് യോഗം നടന്ന ആ സമയത്തൊക്കെ ചില അസ്വാരസ്യങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ പഞ്ചായത്ത് തിരിച്ചു പിടിച്ചപ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല, നമുക്കറിയാം എന്നുള്ള ഒരു ഭീഷണി സ്വരങ്ങളൊക്കെ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് കാരണം വ്യക്തിവിരോധമല്ല, രാഷ്ട്രീയമാണ്. പോലീസ് ശക്തമായ നടപടിയെടുക്കണം, അതിന് അന്വേഷിക്കണം. ആരാണോ കുറ്റക്കാർ അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകണം.